കഥ പറയാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നരകത്തിൽ കടന്ന രണ്ട് ചെറുപ്പക്കാർ എങ്ങനെ രക്ഷപ്പെട്ടു? ബിരുദന്മാരല്ലേ. നരകത്തിൽ കടന്ന രണ്ട് ചെറുപ്പക്കാർ എങ്ങനെയോ നരകത്തിന്റെ പുറത്തു ചാടി. എന്നിട്ട് രണ്ടുപേരും കൂടെ സ്വർഗത്തിലേക്ക് ഓടുന്ന വഴിയിൽ മലക്കുകൾ പൊക്കി അള്ളാന്റെ മുന്നിൽ കൊണ്ടുവന്നു. രണ്ടുപേരെയും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അള്ളാഹു രണ്ടുപേരെയും നോക്കിയിട്ട് പറഞ്ഞു, ഒരു രക്ഷയില്ല, തിരിച്ചങ്ങോട്ടേ മക്കളെ. അള്ളാഹു പറഞ്ഞു രണ്ടുപേരോടും പോകാൻ. ഒരുത്തനാണെങ്കിൽ പോടാന്ന് പറഞ്ഞ പോലെ ഊട്ടി പോകാൻ പറഞ്ഞ പോലെ ഓനങ്ങ് പോവാ, തിരിഞ്ഞ് ഒറ്റ പോക്ക്. എന്നാൽ രണ്ടാമത്തെ ചങ്ങാതിയാണെങ്കിൽ പോണില്ല, അള്ളാഹിന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. അള്ളാഹിനെ ഇങ്ങനെ കണ്ണിരിട്ടിട്ട് നോക്കാം, വല്ലാത്ത നോട്ടം. അള്ളാഹ് പറഞ്ഞു, പോടാ, ഞാൻ പോവില്ല. എടാ നിന്റെ കൂടെ വന്ന് പോടാ, ഞാൻ പോവില്ല. അല്ല, നീ എന്താടാ എന്നെ ഇങ്ങനെ നോക്കണേ? പടച്ചോൻ ചോദിച്ചു, നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കണേ? ഇല്ല അല്ല, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചത്. പറയാ, അള്ളാഹുവെ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചിരുന്നത്. അപ്പൊ അള്ളാഹു ചോദിച്ചു, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരുന്നേ? അള്ളാഹുവെ, നരകത്തിൽ നിന്ന് ചാടിയ നീ പിടിക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാ. എന്നിട്ട് ഇവൻ വിളിച്ചപ്പോ എന്തിനാ കൂടെ ചാടിയെന്നറിയാല്ല. പടച്ചവനെ, എനിക്കൊരു കാര്യം അറിയാം, നിന്റെ അടിമ എത്ര വലിയ ദ്രോഹം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. നിന്റെ അടിമ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല. റബ്ബേ, ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് കേറി നിന്റെ മുന്നിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കരച്ചൽ കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറഞ്ഞു വിടുമെന്ന് കരുതിയിട്ടാ ഞാൻ വന്നേ. എന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു ആ പാവിക്ക് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ.